നമുക്കിന്ന് നല്ലൊരു ബീഫ് പുരട്ടിയത് ശരിയാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കൊച്ചുള്ളി, തക്കാളി, പച്ചമുളക് ഇവയെല്ലാം വൃത്തിയായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീഫ് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവ ഇട്ട് കൊടുത്ത് കുക്കർ അടച്ച് നമുക്ക് അടുപ്പിൽ വയ്ക്കാം. നമുക്ക് കുക്കറിൽ ഒരു 7 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് മറ്റൊരടുപ്പിലേക്ക് ഒരു ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കൊച്ചുള്ളി, പച്ചമുളക് എന്നിവ ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇത് എളുപ്പം വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ നന്നായി വഴന്നു വരുമ്പോഴത്തേക്ക് അതിലേക്ക് തക്കാളി കൂടി ഇട്ട് അല്പനേരം മൂടി വയ്ക്കാം. അല്പസമയം കഴിഞ്ഞ് ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിക്കൊണ്ട് നമുക്കതിലേക്ക് ആവശ്യമായ മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അല്പം ഗരം മസാല ഇവ ചേർത്ത് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുക്കർ തുറന്ന് ഇറച്ചി ഇതിലേക്ക് നമുക്ക് തട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അല്പനേരം ഇതൊന്ന് മൂടി വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ബീഫ് പുരട്ടിയത് റെഡി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ.